അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ട എത്തിയിട്ടോ. ഈരാറ്റുപേട്ട ഇന്നലെ വൈകിട്ട് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വാഗമണ്ണ് പോലെ. അപ്പോൾ പാലാ കഴിഞ്ഞ് ഈരാറ്റുപേട്ടയായി. അപ്പോൾ ഇവിടെ അങ്ങനെ ഈരാറ്റുപേട്ട ടൗണിൽ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ഇന്നലെ രാത്രിത്തെ ഫുള്ള് ഡ്രൈവിംഗ് ആയിരുന്നു. ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല. 45 പേര് വണ്ടിയിലുണ്ട്, അവരും ഉറങ്ങി. 2 കണ്ണുകൾ തുറന്നിരുന്നു, ബാക്കി 90 കണ്ണുകൾ അടച്ചിരുന്നു. ഇവരുറങ്ങല്ലേ, പക്ഷേ ഈ 2 കണ്ണുകളെ വിശ്വസിച്ചിട്ടാണ് അവർ സുഖമായിട്ട് ഉറങ്ങുന്നത്. അപ്പോൾ അത് നമ്മളെന്തായാലും വളരെയധികം ശ്രദ്ധിക്കണം. രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതിലത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിലെല്ലാവരും ഉറങ്ങാവും. നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ കിടന്നുറങ്ങുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, അവരെ കെയർ ചെയ്യണം. അപ്പോൾ രാത്രി നല്ല പോലെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഡിമ്മടിച്ചു കൊടുക്കണം. അതിൽ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ഡ്രൈവർമാരുള്ളത്. പിന്നെ നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ചെറിയ മക്കളെല്ലാം ഉണ്ടാവും കയ്യിൽ. അപ്പോൾ അവരെല്ലാം മടി കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഉറങ്ങുമ്പോൾ പിടിച്ചിട്ടൊന്നും ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്താൽ കുട്ടികൾ മടിയിൽ നിന്ന് താഴെ വീഴും. പിന്നെ ഒരു സീറ്റിലിരിക്കുന്ന ആൾ അടുത്ത സീറ്റിൽ പോയിട്ട് ശരീരം മുട്ടും, തലമുട്ടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ രാത്രിയിൽ നമ്മൾ കുണ്ടോ കുഴിയോ കാണുമ്പോൾ വളരെ ദൂരത്തു നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് വളരെ സാവധാനം കുണ്ട് കുഴി ഇറക്കി കയറ്റുക. അതേമാതിരി റോഡിൽ ഡിവൈഡർ ഉണ്ടെങ്കിലും ഹമ്പ് ഉണ്ടെങ്കിലും ഒക്കെ വളരെ മുന്നേ തന്നെ അഡ്വാൻസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് അധികം കുലുങ്ങാത്ത രീതിയിൽ അവർക്ക് എത്ര സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അത്രയും സേഫ്റ്റി ആയിട്ട് നമ്മളവരെ ഇറക്കി കയറ്റുക. തിരുവിലും വളവിലും എല്ലാം ഒരു മീഡിയം സ്പീഡിൽ രാത്രി വന്ന് തിരിയുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷയെക്കാട്ടിലും കൂടുതൽ തിരിവായിരിക്കും, പെട്ടെന്ന് അറിയാൻ കഴിയില്ല പകലായിരുന്നു. അതുകൊണ്ട് രാത്രി വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഹോണടി വളരെയധികം കുറയ്ക്കുക. രാത്രി മാക്സിമം ഹോൺ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അടിക്കുക. പിന്നെ വളരെയധികം ശ്രദ്ധ എന്തായാലും രാത്രി ആവശ്യമാണ്. ഹോണടിച്ച് നമ്മുടെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതുകൊണ്ട് ഹോൺ അടിക്കേണ്ടെന്നല്ല, മാക്സിമം ഹോൺ അടിക്കാതിരിക്കുക. ഇവ കാര്യങ്ങളാണ് രാത്രി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനിയും ബാക്കി കാര്യങ്ങൾ രാത്രി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വേറെ വാഹനത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇതിപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രം. വീണ്ടും കാണാം. രാജു ചിലമ്പൊലി.